ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ദാശരഥികളും വാനര നായകന്മാരും ഒരുമിച്ചിരുന്ന് യുദ്ധകാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ രാമൻ പറഞ്ഞു, യുദ്ധാരംഭത്തിന് മുമ്പ് ചില ധർമ്മനീതികൾ അനുഷ്ഠിക്കാനുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനമായതാണ് ദൂതസന്ദേശം. രാവണൻ അവന്റെ ദൂതനായി ശുകനെ നമ്മുടെ മുമ്പിൽ അയച്ചു കഴിഞ്ഞു. ഇനി നാം ഒരു ദൂതനെ അങ്ങോട്ടയക്കണം. സുഗ്രീവൻ പറഞ്ഞു, നിന്തിരുവടി ആരെ നിർദ്ദേശിക്കുന്നുവോ അവനെ നമുക്ക് ദൂതനായിട്ട് അയക്കാം. രാമൻ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് താരേയനായ അംഗദനാണ് എല്ലാം കൊണ്ടും യോജിച്ച ഒരു ദൂതൻ. അവൻ രാവണ സഖാവായ ബാലിയുടെ പുത്രൻ, കിഷ്കിന്ധയിലെ ഇളയ രാജാവ്. അതുകൊണ്ട് അവൻ തന്നെ പോകട്ടെ. അവനോട് ഇന്ന വിധത്തിൽ ദൂത് പറയണമെന്ന് ഉപദേശിക്കേണ്ട ആവശ്യവുമില്ല. എല്ലാം അവന്റെ യുക്തം പോലെ പറഞ്ഞുകൊള്ളും. അങ്ങനെ ആ തീരുമാനമനുസരിച്ച് അന്ന് സായാഹ്നത്തില് അംഗദൻ ശ്രീരാമദൂതനായി ലങ്കയിലേക്ക് പുറപ്പെട്ടു. അവൻ ദശവദന സഭാതലത്തിൽ പ്രവേശിച്ചു. ലങ്കേശ്വരനും മന്ത്രിപ്രവരന്മാരും സേനാപതികളും മറ്റു മിത്രങ്ങളും അപ്പോൾ അവിടെ സന്നിഹിതരായിരുന്നു. കൂറ്റനും എന്നാൽ രാജസ പ്രഭാവനുമായ ഒരു കപിപ്രവരനെ കണ്ട് രാവണൻ ഒന്ന് ശങ്കിച്ചു. സഭാവാസികൾ അത് മറ്റൊരു ഹനുമാനായിരിക്കുമോ എന്നുള്ള സംശയഭീതിയാൽ അവിടെ നിന്നും സൂത്രത്തില് അങ്ങുമിങ്ങും മാറി നിൽക്കാനും ശ്രമിച്ചു. രാവണൻ ചോദിച്ചു, നീ ആര്? എന്തിനു വന്നു? അംഗദൻ ഹനുമാനെ പോലെ തന്നെ തൻ്റെ വാലു വളച്ച് ഒരു പീഠം പോലെയാക്കി അതിൻ്റെ മുകളിൽ രാവണന് അഭിമുഖമായി ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഞാൻ രാമദേവന്റെ ദൂതനാണ്. രാമദേവനോ? അവൻ ആരുടെ ദേവൻ? നിന്റെ മാതാമഹന്റെ വകയിൽ ഒരു പെങ്ങളായ താടകയെ വധിച്ച രാമൻ. അവളുടെ മക്കളായ മാരിജ സുബാഹുക്കളെ കൊന്നൊടുക്കിയ രാമൻ. നിന്റെ വംശ സഹോദരന്മാരായ ഖരദൂഷണ ത്രിശിരാക്കളെയും 14,000 പടയെയും 3.25 നാഴിക കൊണ്ട് നിശേഷം കൃതാന്തപുരിയിലേക്ക് അയച്ച രാമൻ. കാമഭ്രാന്ത് പിടിച്ച് ഓടി നടന്ന നിന്റെ പെങ്ങളായ ശൂർഭണഖയുടെ കുജനാസികാദികള് ഛേദിച്ച ലക്ഷ്മണന്റെ അഗ്രജനായ രാമൻ. നിന്നെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ട കാർത്തവീര്യാർജുനനെ വധിച്ച പരശുരാമനെ തോൽപ്പിച്ച രാമൻ. ഇവിടെ വന്ന് ലങ്ക മുഴുവനും ചുട്ടരിച്ച ഹനുമാന്റെ ഇഷ്ടദേവതയായ രാമൻ. സമുദ്രത്തിൽ 100 യോജന നീളത്തിൽ ചിറകിട്ടി നിന്നെ സംഹരിക്കാനായി സുവേല പർവ്വതത്തിൽ എത്തിയിരിക്കുന്ന രാമൻ. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നീ സദാസമയവും ആരെ ഭയപ്പെടുന്നുവോ ആ രാമൻ. ആരുടെ ധർമ്മപത്നിയെ നീ അപഹരിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുവോ ആ രാമൻ. നിന്നെ ഒരു കളിപ്പന്ത് പോലെ വാലിൽ കെട്ടിത്തൂക്കി സമുദ്രക്കരയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയ അമിതാത്ഭുത ബലവാനായ ബാലിയെ വധിച്ച രാമൻ. എന്താ ഇപ്പോൾ രാമൻ ആരാണെന്ന് മനസ്സിലായോ? ആ രാമന്റെ ഒരു എളിയ ദൂതനും ബാലിയുടെ പുത്രനുമായ അംഗദനാണ് ഞാൻ. കിഷ്കിന്ധയിൽ വെച്ച് എന്നെ കണ്ടതായി ഓർമ്മിക്കുന്നുണ്ടോ? എന്ത്, എൻ്റെ ആത്മസ്നേഹിതനായ ബാലിയുടെ പുത്രനാണെന്നോ? എൻ്റെ സുഹൃത്തിന്റെ പുത്രനായ നീ എൻ്റെയും പുത്രനാണ്. നിന്റെ അച്ഛനെ ഒളിയം പെയ്തു കൊന്ന ആ ചതിയനു വേണ്ടി നീ പാദസേവ ചെയ്യുകയോ? എന്തൊരു കഷ്ടമാണത്! നിന്റെ പിതാവിനോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമല്ലേ അത്? ആ രാമൻ നിന്നെ മാത്രം എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് നീ അറിയുന്നില്ലേ അത്? നിന്റെ അച്ഛനെ കൊന്നു, നിന്റെ അമ്മയെയും രാജ്യത്തെയും സുഗ്രീവന് കൊടുത്തു. നീ ഇപ്പോൾ പിതൃഹീനൻ, മാതൃഹീനൻ, രാജ്യഹീനൻ. കഷ്ടം! അങ്ങനെയുള്ള നയവഞ്ചകനുമായി നീ അവന് വേണ്ടിയിട്ട് ദൂത് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണ്? പോരെങ്കിൽ ഞാനും ആ രാമനും തമ്മിൽ സമന്മാരല്ല, സമന്മാർ തമ്മിലേ ദൂത് നടക്കാറുള്ളൂ. അതാണ് ലോകനീതി. ത്രിലോകവും പുകൾപറ്റ അത്ഭുത വിക്രമിയായ രാവണന്റെ ഉന്നത സ്ഥാനം എവിടെ?
ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ശുദ്ധ എരപ്പാളിയായി കണ്ട കുരങ്ങന്മാരെ കൂട്ടും പിടിച്ചുകൊണ്ട് കാട്ടിൽ അലഞ്ഞു നടക്കുന്ന ആ രാമന്റെ പരിഹാസ്യമായ സ്ഥാനം എവിടെ? അവന്റെ ദൂതനായി വന്ന നീ എന്റെ സ്നേഹിതന്റെ പുത്രനായി പോയല്ലോ. അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല, മാപ്പ് തന്നിരിക്കുന്നു, പൊയ്ക്കോ. നിന്റെ അച്ഛനെ കൊന്നത് മൂലമാണ് രാമനോട് എനിക്ക് ഇത്രയ്ക്ക് വൈരാഗ്യം. അതും നീ മനസ്സിലാക്കിക്കൊണ്ട് പോയിക്കൊള്ളൂ. ബ്രഹ്മകുല ജാതനായ പുലസ്ത്യപുത്രനെ നോക്കി നിർവിശങ്കം നീ എന്ന് സംബോധന ചെയ്തതും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നീ പൊയ്ക്കോ. അംഗദൻ പറഞ്ഞു, അങ്ങനെ പോകാൻ പറഞ്ഞാൽ പോകാനല്ല ഞാൻ വന്നിരിക്കുന്നത്. എന്നെ ഭാരം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നിർവഹിച്ചതിന് ശേഷം ഞാൻ പോയിക്കൊള്ളാം. ശരി, എന്നാ എന്താണ് നിന്റെ ദൗത്യമെന്ന് കേൾക്കട്ടെ, പറയൂ. അംഗദൻ പറഞ്ഞു, ശരി, രാമന്റെ വാക്കുകളായിട്ട് തന്നെ പറയാം. ഹേ ഭീരുക്കളിൽ മകുടം ചൂടിയ രാവണ രാജാവേ, കുറുനരി സിംഹത്തിനോട് കളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. എൻ്റെ ധർമ്മപത്നിയായ സീതാദേവിയെ നീ അപഹരിച്ചു. 10 മാസം കഴിഞ്ഞിരിക്കുന്നു. ആ ദേവിയെ നിരുപാധികം എൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ക്ഷമാപണം ചെയ്താൽ നിനക്ക് രക്ഷയുണ്ട്. ഈ നിർദ്ദേശം നിനക്ക് സ്വീകരിക്കാൻ സമ്മതമല്ലെങ്കിൽ വേഗം യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. യുദ്ധം കൂടാതെ കഴിച്ചുകൂട്ടിയാൽ കൊള്ളാമെന്നുള്ള ധർമ്മബുദ്ധി കൊണ്ടാണ് ഈ ദൂതനെ ഞാൻ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇത് അന്ത്യശാസനമാണ്. നിന്റെ മന്ത്രിമാരും സേനാപതികളും ഇത് ധരിക്കണം. ഇതാണ് സന്ദേശം. രാവണൻ പറഞ്ഞു, ഹേ അംഗദ, എൻ്റെ അഭിപ്രായവും നീ അവിടെ അറിയിക്കൂ. രാവണൻ ഭീരുവല്ല, നിർഭയത്വത്തിന്റെ ഒരു നീണ്ട ചരിത്രമാണ് അവന്റെ ജീവിതം. യുദ്ധമെന്ന് കേട്ടാൽ ഭയപ്പെടുന്നവനല്ല രാവണൻ. ഒരിക്കലും ഞാൻ ജാനകിയെ വിട്ടുതരില്ല. അവളെ തിരിച്ചു കിട്ടുമെന്ന് രാമൻ പ്രതീക്ഷിക്കുകയും വേണ്ട. ഞാനൊരു അവധി വെച്ചിട്ടുണ്ട്. ആ അവധി കഴിഞ്ഞാൽ അവളെ എൻ്റെ കളത്രമായി ഞാൻ പരിഗ്രഹിക്കും. ജീവൻ വേണമെങ്കിൽ നിന്റെ കൂട്ടുകാരായ മരഞ്ചാടികളുമായി വന്ന വഴിയെ തിരിച്ചു പോയിക്കൊള്ളൂ. ഇല്ലെങ്കിൽ പടക്കളത്തിൽ വെച്ച് നമുക്ക് കാണാം. ഇതാണ് എൻ്റെ പ്രതിസന്ദേശം. അംഗദൻ പറഞ്ഞു, പടക്കളത്തിൽ വെച്ച് കാണുന്നത് എന്താണെന്ന് എനിക്കറിയാം. നീയും നിന്റെ പുത്ര മിത്രാദികളും വംശവും ശ്രീരാമ ബാണത്താൽ നശിച്ച് കൃതാന്തപുരം പ്രാപിക്കും. വിഭീഷണൻ ലങ്കാധിപതിയായി വാഴും. ഇതാണ് കാണാൻ പോകുന്ന കാഴ്ച. ആത്മപ്രശംസ കൊണ്ട് അഖിലാണ്ട മണ്ഡലങ്ങൾക്ക് അധിപതിയാകുന്ന വിഡ്ഢിയാണു നീ. രാവണന്റെ മുഷ്ടി ചന്ദ്രഹാസപ്പിടിയിൽ അമർന്നു. പാമ്പ് അളയിൽ നിന്നും ചാടുന്നത് മാതിരി ആ നിശിത ഖഡ്ഗം ഉറയിൽ നിന്നും പുറത്തേക്ക് പാളി പളപള പുളഞ്ഞു. മിന്നൽ പിണർ വേഗത്തിൽ താരാതനയൻ ചാടി എഴുന്നേറ്റ് കാലുമടക്കി രാവണന്റെ കരണത്ത് ഒരടിയും കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ചാടി ആകാശത്തിൽ ഉത്ഗമിച്ച് രാമസവിധത്തിലെത്തി സർവ്വ വിവരങ്ങളും ഉണർത്തിച്ചു. വാനരന്മാർ ജയഘോഷം മുഴക്കി. യുദ്ധം ആസന്നമായിരിക്കുന്നു. എല്ലാവരും തയ്യാറെടുത്തു. സുഗ്രീവൻ വേണ്ട നിർദ്ദേശങ്ങളും നൽകി. അന്നത്തെ ദിനാന്ത ഭാസ്കരൻ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന രാവണ യുദ്ധം വൈകുണ്ഠത്തിൽ അറിയിക്കുവാനോ എന്ന് തോന്നുമാറ് പശ്ചിമാംബുദ്ധിയിൽ ആമഗ്നനായി. 2 ഭാഗത്തു നിന്നും യുദ്ധം ഔപചാരികമായി പ്രഖ്യാപിച്ചു. സൈന്യങ്ങൾ നീങ്ങിത്തുടങ്ങി. ലങ്കയിലെ കൂട്ടമണികളും പെരുമ്പറകളും മുഴങ്ങി. രാക്ഷസ സൈന്യം കോട്ടയ്ക്കുള്ളിൽ നിലയുറപ്പിച്ചു. വാനരസേന ലങ്കയുടെ 4 ഗോപുരദ്വാരങ്ങളിലും തിങ്ങിക്കൂടി. ലോകൈകനാഥനായ വിഷ്ണു ഭഗവാൻ ധർമ്മ സംസ്ഥാപനത്തിനും അധർമ്മ വിധ്വംസനത്തിനും വേണ്ടി കേവലം ഒരു മനുഷ്യനായി ജനിച്ച് വനവാസ ദുരിതങ്ങൾ അനുഭവിച്ച് പ്രിയതമയെയും വെടിഞ്ഞ് യാതനകളുടെ ഒരു മൂർത്തിയായി പില്ലും അമ്പും ധരിച്ച് നിൽക്കുന്ന ആ നിൽപ്പ് കാണാനായി ദേവഗന്ധർവ കിംപുരുഷാദികളും ബ്രഹ്മർഷികളും അമ്പരത്തിൽ വന്നു നിന്നുകൊണ്ട് പുളകമണിഞ്ഞ് പുഷ്പജാലങ്ങൾ പൊഴിച്ചു. ആ അവസരത്തിൽ അനന്തശായിയായ ഭഗവാൻ വിഷ്ണുദേവന്റെ അവസ്ഥ എന്താണെന്ന് അറിയുവാനുള്ള കൗതുകത്തോടെ നാരദമുനി വീണയിൽ ഭക്തിഗാനങ്ങളും ആലപിച്ചുകൊണ്ട് നേരെ വൈകുണ്ഠത്തിലെത്തി. ഭഗവാൻ അപ്പോഴും പള്ളിക്കുറുപ്പ് കൊള്ളുകയാണ്. തൃക്കഴൽ കണ്ടു വന്ദിക്കാനായി ചെന്നപ്പോൾ വലത്തെ പാദപത്മത്തിലെ പെരുവിരൽ വിറയ്ക്കുന്നത് കണ്ട് മഹർഷി വിചാരിച്ചു, ഭഗവാനെ, രാമനായി വർത്തിക്കുന്നത് നിന്തിരുവടിയുടെ പെരുവിരലാണെന്നോ? നാരദൻ വീണ്ടും നാരായണമൂർത്തിയെ വന്ദിച്ച് വേഗം തന്നെ അവിടെ നിന്നും നിർഗമിച്ചു. രാവണപക്ഷത്തിൽ പൂർവ ഗോപുരത്തിൽ സർവസേനാധിപതി പ്രഹസ്തനും, ദക്ഷിണ ഗോപുരത്തിൽ വജ്രദംഷ്ട്രനും, പശ്ചിമ ഗോപുരത്തിൽ മേഘനാഥനും നേതൃത്വം വഹിച്ചു. ഉത്തര ഗോപുരത്തിൽ ദശകണ്ഠൻ തന്നെ ബന്ധുമിത്രാദികളും അമാത്യന്മാരും ഒരുമിച്ച് നായകത്വം ഏറ്റെടുത്തു. രാമപക്ഷത്തിൽ പൂർവ ഗോപുരത്തിൽ നീലനും അവന്റെ സേനയും, ദക്ഷിണ ഗോപുരത്തിൽ അംഗദനും അവന്റെ സേനയും, പശ്ചിമ ഗോപുരത്തിൽ ഹനുമാനും അവന്റെ സേനയും ആക്രമണോത്സുകരായി നിരന്നു. ഉത്തര ഗോപുരത്തിലെ സേനകളുടെ നേതൃത്വം
ശ്രീരാമചന്ദ്രൻ തന്നെ സ്വയം സ്വീകരിച്ചു. ലക്ഷ്മണൻ, സുഗ്രീവൻ, വിഭീഷണൻ എന്നിവർ യഥാക്രമം അദ്ദേഹത്തിന്റെ പിന്നിലും ഇരു പാർശ്വങ്ങളിലുമായി അണിനിരന്നു. രാക്ഷസപ്പടയുടെ ഹുങ്കാരനാദങ്ങളും വാനരപ്പടയുടെ സിംഹനാദങ്ങളും തിങ്ങി മുഴങ്ങി മാറ്റൊലിക്കൊണ്ടു. പ്രപഞ്ചമെങ്ങും അത് വലിയ ഹുങ്കാര ശബ്ദമായി മാറി. ലങ്കയുടെ ചുറ്റുമുള്ള കിടങ്ങുകൾ കവിസഞ്ചയങ്ങൾ ചവിട്ടി നിരത്തി. പർവ്വതങ്ങളും കല്ലുകളും വൻമരങ്ങളും ചുമന്നു കൊണ്ടുവന്നെറിഞ്ഞ് വാനരന്മാർ അനവധി പ്രാസാദങ്ങൾ തകർത്തു. ഒട്ടുവളരെ നിശാചരന്മാരും ചത്തൊടുങ്ങി യമാലയം പോകി. ബാണചാപങ്ങൾ, ഖഡ്ഗങ്ങൾ, മഴുവുകൾ, കുന്തങ്ങൾ, ദണ്ഡുകൾ, മുസലങ്ങൾ, മുഗ്ഗരങ്ങൾ, ഗദകൾ, പരിഖങ്ങൾ ആദിയായ ആയുധ സഞ്ചയങ്ങളുമായിട്ടാണ് അരക്കന്മാർ ആയോധനത്തിനായി അടർക്കളം പ്രാപിച്ചത്. രണാങ്കണമായി പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സ്ഥലങ്ങളും രണവേദികളായിരുന്നു. അംഗദനും മേഘനാഥനും തമ്മിലും ഹനുമാനും വജ്രദംഷ്ട്രനും തമ്മിലും സുഗ്രീവനും പ്രഹസ്തനും തമ്മിലും വിഭീഷണനും മഹോദരനും തമ്മിലും നീലനും നികുംഭനും തമ്മിലും ലക്ഷ്മണനും വിരൂപാക്ഷനും തമ്മിലും നേരിട്ടു. ലക്ഷക്കണക്കിന് രാക്ഷസന്മാരും അവരുടെ രഥസൂത തുരകങ്ങളും വാനരന്മാരാൽ വധിക്കപ്പെട്ടു. രാമബാണങ്ങൾ കത്തിച്ചീറിക്കൊണ്ട് 4 വശങ്ങളിലേക്കും പാഞ്ഞുകൊണ്ടിരുന്നു. രാക്ഷസന്മാർ പ്രാണരക്ഷാർത്ഥം അകത്തുള്ള 2ാം കോട്ടയുടെ ഉള്ളിലേക്ക് ഓടിയൊളിച്ചു. തലയറ്റും കാലറ്റും കയ്യറ്റും ഉടലറ്റും എത്രയെത്ര രാത്രിഞ്ചരന്മാരാണ് ഓരോ ഗോപുരദ്വാരത്തിലും ചത്തുവീണതെന്ന് കണക്കില്ല. അന്നത്തെ ആഹവത്തിൽ രണനിപുണന്മാരായ 4 രാവണ സേനാപതികൾ മരണമടഞ്ഞു. പൊതുവെ വാനര സൈന്യത്തിനായിരുന്നു വിജയം. അംഗദനോട് തോറ്റോടിപ്പോയ ഇന്ദ്രജിത്ത് നാണക്കേടോടുകൂടി കൈനിലയിൽ അഭയം തേടി. ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ തനിക്ക് സംഭവിച്ച പരാജയമോർത്ത് വിഷാദമഗ്നനായ രാവണൻ ശാർദൂലനെയും അകമ്പനെയും അവിടുത്തെ സ്ഥിതി വിവരങ്ങൾ അറിയുവാനായിട്ട് ശത്രുപാളയത്തിലേക്ക് അയച്ചു. അവരവിടെ ചെന്ന് 2 മർക്കടന്മാരുടെ വേഷത്തിൽ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചുറ്റി നടന്നപ്പോൾ ഇത് മനസ്സിലാക്കിയ കവികുലം അവരെ പിടിച്ച് ശരിക്കും അങ്ങോട്ട് മർദ്ദിച്ചിട്ട് കൊല്ലാതെ തിരിച്ചുവിട്ടു. അപ്പോൾ അവർ തിരിച്ചു വന്ന് രാവണനോട് പറഞ്ഞു, അവരെ ജയിക്കുക അസാധ്യമാണെന്ന്. ഇത് കേട്ട് കലി കയറിയ ദശകന്ധരൻ അവരെ ഭീരുക്കളെന്നൊക്കെ വിളിച്ച് ആട്ടി പുറത്താക്കി. സീതയെ വിഭ്രമിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും സമരം ജയിച്ച് പിന്മാറാനുള്ള കുരുട്ടുമാർഗം എന്താണെന്ന് രാവണൻ പിന്നീട് ആലോചിച്ചു. മായാവിയും മാന്ത്രികനുമായ വിദ്യുജിഹനെ തൽക്ഷണം തന്നെ ആളയച്ചു വരുത്തി. അപ്പോൾ ഈ രാവണ ഭഗിനിയായ ശൂർപ്പണഖയുടെ ഭർത്താവിൻ്റെ പേരും വിദ്യുജിഹൻ എന്നായിരുന്നു. അപ്പോൾ അവൻ ദേവലോക യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ട് കാലം കുറേയായി. അപ്പോൾ അവൻ വന്നു. അപ്പോൾ തൻ്റെ ഇംഗിതം മുഴുവനും എന്താണെന്ന് അവന് പറഞ്ഞ് രാവണൻ ധരിപ്പിച്ചു. ഏതെങ്കിലും മായാപ്രയോഗം നടത്തി സീതയെ മയക്കി വശീകരിച്ച് യുദ്ധം ജയിപ്പിക്കാനുള്ള മാർഗം അവർ തമ്മിൽ ആലോചിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് വിദ്യുജിഹൻ ഉറപ്പും കൊടുത്തു. കാര്യങ്ങളെല്ലാം അവർ തമ്മിൽ പറഞ്ഞൊത്തതിന് ശേഷം അന്ന് രാത്രി ദശാസ്യൻ അശോകവനത്തിലെത്തി സീതയെ കണ്ടിട്ട് പറഞ്ഞു, ജനകാത്മജെ, ഇനി വിചാരിച്ചിട്ട് കാര്യമില്ല. രാമനും രാവണനും തമ്മിൽ ഇന്ന് യുദ്ധം ആരംഭിച്ചു. സമരത്തിൽ വാനരപ്പട മുഴുവൻ തോറ്റോടിപ്പോയി. രാമൻ അശരണനായി തീർന്നു. പകൽ യുദ്ധം കഴിഞ്ഞെന്ന് രാത്രി രാമൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ സേനാപതി പ്രഹസ്തൻ ചെന്ന് അവൻ്റെ തല വെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. വിഭീഷണനെയും കൊന്നു. ലക്ഷ്മണൻ ശേഷിച്ച വാനരന്മാരുമായിട്ട് ഓടി ഒളിച്ചു. സുഗ്രീവനും ഹനുമാനും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവരെ എൻ്റെ മകൻ മേഘനാഥൻ നിഗ്രഹിച്ചു. അതുകൊണ്ട് ഇനി നീ ഭയപ്പെടേണ്ട, എല്ലാം വിധിയാണെന്ന് കരുതി എൻ്റെ കൂടെ പോരുക. അനന്തരം ഒരു പരിചാരികയെ വിളിച്ച് രാമശിരസും അവൻ്റെ വില്ലും എടുത്തുകൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. അവൾ പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ വിദ്യുജിഹൻ രാമന്റെ തലയും കോതണ്ട ധനുസും അവിടെ കൊണ്ടുവന്നു വെച്ചു. കഴുത്തിൽ നിന്നും കടും ചോര അപ്പോഴും ഒലിക്കുന്നുണ്ട്. സീതാദേവി ഭർത്തൃമുഖത്തേക്ക് ഒന്ന് നോക്കി. ഇടിവെട്ടേറ്റ കദളിവാഴത്തൈ പോലെ അവൾ തളർന്ന് താഴെ വീണു. രാവണൻ പറഞ്ഞു, സീതേ, ഇനി നീ എന്തു പറയുന്നു? നിന്റെ ഭർത്താവും ബന്ധുക്കളും മരിച്ചു. നീ അനാഥയായി തീർന്നിരിക്കുന്നു. ഇനി നിനക്ക് തുണ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് നിന്നിൽ കരുണയുണ്ട്. വരൂ, നിന്നെ ഞാൻ സ്വീകരിച്ച് ലങ്കാ മഹാരാജ്ഞിയായി വാഴിക്കാം. മഹീപുത്രി കരഞ്ഞുകൊണ്ട് കിടന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. അവളുടെ ക്ഷോഭം അവസാനിക്കുമ്പോൾ അവൾ തനിയെ രാവണന് വശംവദയാകുമെന്ന് വിദ്യുജിഹ്വൻ ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പ് വിശ്വസിച്ച ദശാനനൻ തൻ്റെ അരമനയിലേക്ക് തിരിച്ചുപോയി. രാമന്റെ ശിരസും ധനുസും എടുത്തുകൊണ്ട് പിറകെ വിദ്യുജിഹ്വനും അവനെ അനുഗമിച്ചു. അപ്പോൾ സങ്കടപ്പെട്ടു കിടക്കുന്ന ജനകാത്മജയെ വിഭീഷണപുത്രിയും കാവൽക്കാരിയുമായ ത്രിജട സമാധാനിപ്പിച്ചു.
രാജകുമാരി എഴുന്നേൽക്കൂ, ഇതൊന്നും കണ്ട് വിശ്വസിക്കരുത്, ഇത് രാക്ഷസമായയാണ്. ആ വന്ന വിദ്യുജ്ജുഹൻ വലിയ മായാവിയും മാന്ത്രികനുമാണ്. അവന്റെ ഇന്ദ്രജാല മായാവിദ്യകളാണ് നാം ഇവിടെ കണ്ടത്. ദേവിയുടെ ഭർത്താവിനെയും എൻ്റെ പിതാവിനെയും വധിച്ചോ എന്ന് വീമ്പിളക്കിയില്ലേ? ലോകത്തിൽ ആരെ കൊണ്ടും അത് സാധ്യമല്ല. അതുപോലെ ചിരഞ്ജീവിയായ ഹനുമാന്റെ കാര്യം, അതും ദേവി വിശ്വസിക്കുന്നുണ്ടോ? ഇതെല്ലാം ദുരാത്മാവായ രാവണൻ കാട്ടുന്ന ഓരോ ദുഷ്ടപ്രവൃത്തിയാണെന്നേ ഉള്ളൂ. ഇത് വിശ്വസിക്കരുത്. രാമചന്ദ്രൻ ലങ്കയിൽ എത്തിക്കഴിഞ്ഞു. യുദ്ധവും തുടങ്ങി. അദ്ദേഹം രാവണനെ വധിച്ച് ദേവിയെ വീണ്ടെടുക്കും. ധൈര്യമായിരിക്കൂ. ഈ ത്രിജടയാണിത് പറയുന്നത്, വിശ്വസിക്കൂ. രാവണൻ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് വിദ്യുജ്ജുഹനെ വിളിച്ചു. ഇപ്പോൾ സീതയുടെ ക്ഷോഭം അവസാനിച്ചിരിക്കും, വരൂ നമുക്കൊന്നുകൂടി പോയി പരിശ്രമിച്ചു നോക്കാം. വിദ്യുജ്ജുഹൻ നിസ്സഹായതയോടെ പറഞ്ഞു, പ്രഭു, ലങ്കാധിപതി, നമ്മുടെ മനക്കോട്ട തകർന്നുപോയി. ആ ശിരസും ധനുസും അപ്രത്യക്ഷമായിരിക്കുന്നു. ആ സതീമണിയുടെ മുമ്പിൽ എൻ്റെ മന്ത്രവും മായും ഫലിക്കയില്ല. അതുകൊണ്ട് എന്നെ ഈ കാര്യത്തിൽ നിന്നും ഒഴിവാക്കണം. എനിക്ക് പ്രതിഫലമൊന്നും വേണ്ട. അപ്പോൾ നിരാശയോടുകൂടി രാവണൻ ഒരു ദീർഘനിശ്വാസത്തോടെ ആ ഇരുന്ന ഇരിപ്പില് ഒരു പാവ കണക്കെ സ്തംഭിച്ചങ്ങനെ അങ്ങ് ഇരുന്നു പോയി. തലേ ദിനം അങ്കദനോട് തോറ്റ് രണാങ്കണം വിട്ട് ഓടിപ്പോയ ഇന്ദ്രജിത്ത് വളരെ വാശിയോട് കൂടിയാണ് 2ാം ദിവസത്തെ യുദ്ധത്തിന് സന്നദ്ധനായത്. 4 ഗോപുരവാദിക്കലും രാക്ഷസ സൈന്യവും മർക്കട സൈന്യവും തമ്മിൽ ഉഗ്രസമരം നടക്കുകയാണ്. അപ്പൊ രാക്ഷസന്മാര് കണക്കില്ലാതെ ചത്തൊടുങ്ങുന്നുണ്ട്. വാനരന്മാരുടെ സംഖ്യ അത്രയും വരില്ല. മേഘനാഥൻ ദക്ഷിണ ഗോപുരത്തില് ലക്ഷ്മണനുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. സൗമിത്രിയെ പിന്തിരിപ്പിക്കാൻ അവൻ സർവ സമരതന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും ഫലിച്ചില്ല. അതേസമയം ലക്ഷ്മണന്റെ രൂക്ഷ വിശിഖങ്ങൾ ഇന്ദ്രജിത്തിന്റെ മാറിൽ അനസ്യൂതം തറച്ചുകൊണ്ടിരുന്നു. മറ്റു 3 ഗോപുരങ്ങളിലും ഹനുമാൻ, അങ്കദൻ, സുഗ്രീവൻ, ജാംബവാൻ, നളൻ, നീലൻ, വിന്ദൻ, വിവിധൻ, ഗവൻ, ഗവയൻ, ഗവാക്ഷൻ, ദതിമുഖൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള മർക്കട സൈന്യം പാറകൾ അടർത്തി എടുത്തെറിഞ്ഞും പാദപങ്ങൾ പറിച്ചടിച്ചും നിശാചരന്മാരെ നിതാന്ത നിഗ്രഹം ചെയ്തുകൊണ്ടിരുന്നു. രാത്രിഞ്ചരന്മാരുടെ ദീനരോദനങ്ങളും വാനരന്മാരുടെ കിലുകില ജയാരവങ്ങളും ഒന്നിച്ചു ചേർന്ന് ആകാശം ഭേദിച്ച് മുഴങ്ങിത്തുടങ്ങി. മുമ്പോട്ട് ഗമിച്ച രാവണരഥം പെട്ടെന്ന് സ്തംഭിച്ചു നിന്നു. അപ്പോൾ അവര് രഥം മനഃപൂർവ്വം നിർത്തിയതാണ്, അവിടെ ശത്രുപക്ഷത്തെ ഒന്ന് പര്യവേഷണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മുമ്പോട്ട് വന്ന ദശാസിന്റെ തേര് പെട്ടെന്ന് നിൽക്കാൻ കാരണം എന്താണെന്ന് അറിയാനായിട്ട് രഘുവരൻ വിഭീഷണനും ഒരുമിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി. അപ്പോൾ ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിൽ അപ്പോഴും ഉഗ്രസമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ സമരം അന്നും തികഞ്ഞ പരാജയത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് കണ്ട് ഇന്ദ്രജിത്ത് മനസ്സിൽ എന്തോ കുടിലത നനച്ചുകൊണ്ട് പെട്ടെന്ന് അമ്പരതലത്തിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷനായി. ശിവദത്തമായ നാഗാസ്ത്രത്തെ സ്മരിച്ചു. മേഘനാഥൻ ആകാശത്ത് മറഞ്ഞു നിന്നുകൊണ്ട് ശത്രുക്കളുടെ നേർക്ക് തൊടുത്തുവിട്ടു. ആ പന്നഗാസ്ത്ര പാശം സർവ മർക്കട സഞ്ചയങ്ങളെയും ലക്ഷ്മണനെയും ബാധിച്ച് അവരെ അചേതനരാക്കി രണാങ്കണത്തിൽ വീഴിച്ചു. അടർക്കളം നിശബ്ദ നിർഭരമായി. ഇന്ദ്രജിത്ത് വിജയകാഹളം മുഴക്കി. രാമ വിഭീഷണന്മാരെ ഒഴിച്ച് സർവ കവികളെയും ലക്ഷ്മണനെയും വധിച്ച് യുദ്ധം ജയിച്ചിരിക്കുന്നുവെന്ന് പിതാവിനെ ധരിപ്പിച്ചു. മേഘനാഥൻ പറഞ്ഞു, നാളത്തെ രണത്തിൽ ശേഷിച്ച രാമ വിഭീഷണന്മാരെ കൂടി ഞാൻ അന്തപുരത്തിലേക്ക് അയക്കും. രാവണൻ പറഞ്ഞു, ആ വിഭീഷണനാണ് ഏറ്റവും വലിയ അധർമ്മി, അവൻ കുലദ്രോഹിയാണ്, അവന് വേണം ആദ്യം വധിക്കാൻ. രാവണൻ ചോദിച്ചു, ഇവിടെ വന്ന് കോപ്രായങ്ങൾ കാട്ടിയ ഹനുമാനും അങ്കദനുമൊക്കെ? മേഘനാഥൻ പറഞ്ഞു, അവരും ചത്തുമലച്ചു കഴിഞ്ഞിരിക്കുന്നു. വാനരന്മാര് ഇനി ബാക്കിയൊന്നുമില്ല. അച്ഛൻ വേണമെങ്കിൽ പോയി ഒന്ന് നോക്കിക്കൂ, അവർ ചത്ത് കിടക്കുന്ന കിടപ്പൊക്കെ ഒന്ന് നോക്കി സന്തോഷിക്കൂ. രാവണൻ പറഞ്ഞു, വേണ്ട, നീ പറയുന്നത് എനിക്ക് വിശ്വാസമാണ്. നിന്നെപ്പോലെ ഒരു മകൻ എനിക്കുണ്ടായതാണ്, എൻ്റെ ഭാഗ്യം. നീ പോയി ഈ സന്തോഷ വാർത്ത അമ്മയെ അറിയിക്കൂ. അനന്തരം ദശാസ്യൻ പ്രഹസ്തനെ വിളിച്ച് 4 ഗോപുരങ്ങളിലും കൊട്ടാര മണിമാളികകളുടെ മുകളിലും വിജയക്കൊടികൾ നാട്ടുവാനും പുരസ്ത്രീകൾ പോയി സീതയെ പരിമള ജലത്തിൽ കുളിപ്പിച്ച് വിശേഷ വസ്ത്രാഭരണങ്ങളൊക്കെ അണിയിക്കാനും കൽപ്പിച്ചു. അപ്പോൾ പ്രഹസ്തൻ ചോദിച്ചു, രാമനെ നിഗ്രഹിച്ചിട്ട് പോരെ സീതയുടെ കാര്യത്തിൽ തലയിടാൻ? രാവണൻ പറഞ്ഞു, എന്നാ പിന്നെ അത് മതി, നാളത്തെ കൊണ്ട് അവന്റെ കഥയും അങ്ങ് അവസാനിച്ചോളൂല്ലോ. പോരാട്ടം പെട്ടെന്ന് അവസാനിച്ച് സർവത്ര നിശബ്ദത കണ്ട് അതിന്റെ കാരണമറിയുവാനായിട്ട് രാമൻ വിഭീഷണനും ഒരുമിച്ച് സമരസങ്കേതങ്ങളിലേക്ക് ചെന്നു.
സർവ വാനരന്മാരും ലക്ഷ്മണനും മരണമില്ലാത്ത മാരുതിയുമെല്ലാം മരിച്ചതുപോലെ ചലനരഹിതരായി കിടക്കുന്നു. സർവജ്ഞനായ രാമഭദ്രന് കാര്യം മനസ്സിലായി. മേഘനാഥന്റെ മായാബദ്ധമായ നാഗാസ്ത്ര ബന്ധനമാണ് അതിന് കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്രമേയ പ്രഭാവനായ ആ കരുണാവാരിധി അല്പസമയം നിർനിമേഷനായി പശ്ചിമ ദിക്കിലേക്ക് നോക്കി നിന്നു. അസ്തമയം ആയിട്ടില്ല, സൂര്യപ്രകാശം എങ്ങും തിളങ്ങുന്നുണ്ട്. അദ്ദേഹം തൻ്റെ വാഹനത്തെ സ്മരിച്ചു. അതാ വരുന്നു. സപ്ത ദീപങ്ങളും സപ്തസാഗരങ്ങളും സപ്തശൈലങ്ങളും ഇളകി കുലുങ്ങുമാറ് ഒരു സുവർണ പർവ്വത സന്നിഭം വിഷ്ണുവാഹനമായ ഗരുഡൻ അതാ പറന്നെടുക്കുന്നു. വന്നപാടെ രാമപാദങ്ങളിൽ നമസ്കരിച്ചതിനു ശേഷം വൈനതേയൻ രണഭൂമിയെ തൻ്റെ അരുണമിഴികളാൽ ഒന്ന് അവലോകനം ചെയ്തു. ഉഗ്രമായ ഗരുഡ വീക്ഷണം. അനന്തരം രാമപാദങ്ങൾ വീണ്ടും വണങ്ങി വന്ദിച്ച് തിരിച്ചു പോകുകയും ചെയ്തു. ഗരുഡ വീക്ഷണത്തോടുകൂടി വാനരന്മാരെയും ലക്ഷ്മണനെയും ചുറ്റിയിരുന്ന നാഗാസ്ത്ര ബന്ധനം അഴിഞ്ഞ ശിഥിലമായി പോയി. എല്ലാവരും ഉറക്കത്തിൽ നിന്നും ഉണർന്നവരെന്ന പോലെ എഴുന്നേറ്റു. പൂർവാധികം ശക്തി പ്രഭാവത്തോടും ഉന്മേഷത്തോടും കൂടി അവർ ഉടനെ തന്നെ യുദ്ധം ആരംഭിച്ചു. വലിയ പാറകളും പാഷാണങ്ങളും പാദപങ്ങളും എടുത്ത് അവർ പ്രാകാരത്തിനകത്തേക്ക് എറിഞ്ഞു. ഓടുന്ന രാക്ഷസന്മാരെ ഒന്നിനെ പോലും വിടാതെ അവർ പിടിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നു. രാക്ഷസന്മാരുടെ കൂട്ട നിലവിളി മുഴങ്ങി. ശത്രുക്കൾ മുഴുവനും നശിച്ചു പോയെന്നുള്ള സന്തോഷം കൊണ്ട് സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്തുണ്ടായ ആക്രമണം. രാവണൻ ആകെയൊന്ന് പതറി. വിജയക്കൊടി നാട്ടാനായി നടന്ന രാത്രീഞ്ചരന്മാരെ കവികൾ പിടികൂടി അവരുടെ ശിരസ്സുകളിൽ തന്നെ കൊടിക്കാലുകൾ തറച്ചു കയറ്റി അവരെ രാവണന്റെ മുമ്പിലേക്ക് ഓടിച്ചു. രാക്ഷസപ്പട ആകെ ശിഥിലമായി. വാനരന്മാർ രാവണനെ പോരിന് വിളിച്ചു. അദ്ദേഹം മേഘനാഥനെ വിളിച്ച് ഗൗരവത്തോടെ പറഞ്ഞു, കളവ് പറഞ്ഞ് സമരം ജയിക്കുന്ന നീയാണോ സമർത്ഥനായ പോരാളി? കഷ്ടം, നിന്നെ ഞാൻ അനുമോദിച്ചത് വെറുതെ ആയി പോയല്ലോ. ഇതാ ശത്രുക്കൾ ആർത്ത് വിളിച്ച് അകത്തേക്ക് ഇരമ്പിപ്പാഞ്ഞ് കയറുവാൻ തുടങ്ങുന്നത് നീ കാണുന്നില്ലേ? പശ്ചിമ ഗോപുരദ്വാര യുദ്ധത്തില് ധൂമ്രാക്ഷനെയും ഹനുമാൻ അവന്റെ തലയ്ക്ക് പാറ കൊണ്ട് ഇടിച്ചും ചതച്ചും ഒക്കെ ആയിട്ട് വധിച്ചു. അപ്പോൾ ധൂമ്രാക്ഷന്റെ മരണവാർത്ത കേട്ട് രാവണൻ വളരെ മനസ്താപിച്ചു. ഉടനെ ധൂമ്രാക്ഷനെ പോലെ തന്നെ സമർത്ഥന്മാരായ ഏതാനും യോദ്ധാക്കളെ ദശാനനൻ പശ്ചിമ ഗോപുരത്തിലേക്ക് അയച്ചു. ഹനുമാൻ അവരെയും കാലതാമസം കൂടാതെ കാലപുരയ്ക്ക് അയച്ചു. ശേഷിച്ച അനുയായികൾ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു. പൂർവ്വ ഗോപുരത്തിൽ നിന്ന് വജ്രദംഷ്ട്രനും അങ്കദനും തമ്മിലായിരുന്നു ഉഗ്രയുദ്ധം. ആ സമരത്തിൽ രാക്ഷസന്മാർ മർക്കടന്മാരെ വളരെ വധിച്ചു. വജ്രദംഷ്ട്രനുമായി നടന്ന യുദ്ധത്തില് ബാലി തനയൻ ശത്രുവിന്റെ കയ്യിലിരുന്ന വാള് തട്ടിപ്പറിച്ചെടുത്ത് അതുകൊണ്ട് തന്നെ അവന്റെ കഴുത്ത് മുറിച്ച് ശിരസ് ദൂരത്തേക്കെറിഞ്ഞു. വജ്രദംഷ്ട്രൻ മരിച്ചെന്ന് കേട്ടപ്പോഴും രാവണൻ ഞെട്ടി. ഉടനെ ഒരു വലിയ സൈന്യത്തെ അകമ്പനന്റെ കീഴിൽ പശ്ചിമ ഗോപുരത്തിലേക്കും സുശക്തമായ ഒരു സൈന്യത്തെ പ്രധാന സേനാപതി പ്രഹസ്തന്റെ കീഴിൽ പൂർവ്വ ഗോപുരത്തിലേക്കും പോകുവാൻ പങ്ക്തികന്ധരൻ ആജ്ഞാപിച്ചു. അകമ്പനനെ അനിലപുത്രൻ അടിച്ചു കൊന്ന് അവന്റെ പടയെയും നിശേഷം നശിപ്പിച്ചു. പൂർവ്വ ഗോപുരത്തിലെത്തിയ പ്രഹസ്തനെയും പടയെയും നീലൻ നേരിട്ടു. വാനര സേനാപതിയും രാക്ഷസ സേനാപതിയും തമ്മിൽ നടന്ന ആ സങ്കരത്തിൽ ഇരുപക്ഷത്തും ഉള്ളവർ ധാരാളം മരിച്ചു. ഒടുവിൽ പ്രഹസ്തനെ നീലൻ ദയനീയമായി നിഗ്രഹിച്ച് കാലപുരിക്കയച്ചു. കുംഭൻ, മഹാനാഥൻ, ദുർമുഖൻ, വജ്രഹനു എന്ന 4 രണനിപുണന്മാരായ സേനാനായകന്മാർ ഒത്തൊരുമിച്ച് വാനരസേനയുടെ നേർക്കെടുത്തു. അവരും അധികം താമസം കൂടാതെ അന്തപുരിയെ ശരണം പ്രാപിച്ചു. പ്രഹസ്തന്റെയും വീരസേനാപതികളുടെയും മരണവാർത്ത കേട്ട് നിശാചരേന്ദ്രൻ നിരാശാനിഗളിതനായി. ചെല്ലുന്ന രാക്ഷസന്മാരെ മർക്കടന്മാർ വധിക്കുന്ന വിവരം കേട്ട് അവരുടെ സംഖ്യാബലം അറിയുന്നതിനു വേണ്ടി ദശമുഖൻ തൻ്റെ ഉത്തര പ്രാസാദത്തിന്റെ ഉത്തുംഗ മണിമാളികയിൽ കയറി ഉത്തര ദിക്കിലേക്ക് ഒരു വീക്ഷണം നടത്തി. രാമേശ്വരം മുതൽ സുവേല പർവ്വതം വരെ നീണ്ടുകിടക്കുന്ന സേതുവിൽ വാനരവൃന്ദം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. രാവണന്റെ ഉള്ളത്തിൽ ഭയത്തിന്റെ ഒരു കാളസർപ്പം പത്തിവിടർത്തി. ഉത്തര ഗോപുരത്തിൽ രക്ഷോവര സൈന്യങ്ങളുടെ നേതൃത്വം വഹിച്ചത് അതികായനായിരുന്നു. അതികായനും സൗമിത്രിയും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ലക്ഷ്മണൻ അതികായന്റെ സൂതനെയും കുതിരകളെയും വധിച്ചു. അവൻ
അതിസാമർഥ്യത്തോടെ മറ്റൊരു തേരിൽ ചാടിക്കയറി പിന്നെയും സമരം തുടർന്നു. അസ്തമയമായിട്ടും ആർക്കും ജയമോ തോൽവിയോ ഇല്ലാതെ അന്നത്തെ ആഹവം അവസാനിച്ചു. രാത്രിയിൽ വിശ്രമവേളയിൽ അതികായന്റെ ജനനത്തെക്കുറിച്ചുള്ള കഥ വിഭീഷണൻ രാഘവ ലക്ഷ്മണന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു. രാവണൻ പുഷ്പക വിമാനത്തിൽ കയറി ഒരിക്കൽ വിനോദാർത്ഥം ആകാശമാർഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മയൂരപർവ്വതത്തിന്റെ മനോഹര താഴ്വാര പ്രദേശത്ത് സുന്ദരാംഗികളായ ഏതാനും ഗന്ധർവ തരുണിമാർ രസിച്ചാനന്ദിച്ച് വിളയാടുന്നതായി കണ്ടു. രാവണൻ വിമാനം പെട്ടെന്ന് താഴെയിറക്കി. ആ യുവതികളിൽ ഏറ്റവും സുന്ദരാംഗിയായ ഒരുവളെ ബലമായി കടന്നുപിടിച്ചു. അവൾ ചിത്രാംഗതൻ എന്ന ഗന്ധർവന്റെ പത്നിയായ ചിത്രാംഗിയായിരുന്നു. ആ ഗന്ധർവമാനിനി അപ്പോൾ തന്നെ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. പ്രസവാനന്തരം ചിത്രാംഗി വാനവർ ലോകത്തേക്ക് പോയി കളഞ്ഞു. തൻ്റെ ഓമൽ പുത്രനിൽ നിന്നുള്ള വാത്സല്യത്തോടെ ദശാസ്യൻ ആ പൈതലിനെ കയ്യിലെടുക്കാൻ നോക്കി. സാധിച്ചില്ല. അതങ്ങ് വളരാൻ തുടങ്ങി. അവന്റെ ക്രമാതീതമായ വളർച്ച കണ്ട് രാവണൻ ആ ബാലന് അതികായൻ എന്ന് നാമകരണം ചെയ്തു. അവന്റെ ദേഹപുഷ്ടിക്ക് അനുയോജ്യമായ പേരായിരുന്നു അത്. അവൻ തന്നെത്താൻ വിമാനത്തിൽ ചാടിക്കയറി. സന്താനമില്ലാതെ വന്ധ്യയായി കഴിയുന്ന ധന്യമാലയ്ക്ക് രാവണൻ ആ പുത്രനെ ലങ്കയിൽ എത്തിയ ഉടനെ തന്നെ ദാനം ചെയ്തു. അവൾ പരമാനന്ദ തുന്തിലിയായി അവനെ തൻ്റെ ദത്തുപുത്രനെ സ്വീകരിച്ച് ഓമനിച്ച് വളർത്തി സ്വന്തം മകനായി പരിപാലിച്ചു. യുവാവായി തീർന്ന അതികായൻ പിതാവിന്റെ അനുമതിയോടുകൂടി തപസ്സിനായി പുറപ്പെട്ടു. രാവണനും അനുജന്മാരും തപസ് ചെയ്ത ഗോകർണത്തു തന്നെയുള്ള ഒരു സ്ഥലത്താണ് അവനും തപസ്സിനായി പോയത്. അപ്പൊ ഘോരാഗ്നി മധ്യത്തില് അയസ്തംഭത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള അവന്റെ ഉഗ്രമായ തപസ് കണ്ട് സംപ്രീതനായി സാരസ്വൽഭവൻ പ്രത്യക്ഷപ്പെട്ട് അവന് വേണ്ട ഇഷ്ടവരങ്ങൾ ദാനം ചെയ്തു. ബ്രഹ്മാസ്ത്രവും അഭേദ്യമായ ഒരു കഞ്ചുകവും പൈതാഹ മോഹ വിമുക്താവസ്ഥയുമായിരുന്നു ആ വരങ്ങൾ. പിന്നീട് പരമശിവനെ അവൻ ഗുരുവായി സ്വീകരിച്ച് സർവ അസ്ത്രശസ്ത്ര വിദ്യകളും അഭ്യസിച്ചു. ഭഗവാൻ അവന് പാശുപതാസ്ത്രവും ദാനം ചെയ്തു. അങ്ങനെ തപസ്സും വിദ്യാഭ്യാസവും കഴിഞ്ഞ് അവൻ ലങ്കയിലെത്തി പിതാവിന് സഹായകമായി താമസിക്കുകയാണ്. അജയ്യനും അതിപരാക്രമിയുമായ ഒരു യോദ്ധാവാണ് അതികായൻ. ഇന്ദ്രനെയും ഒരിക്കൽ അവൻ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടുണ്ട്. വിഭീഷണന്റെ ഭാഷണം അവസാനിച്ചപ്പോൾ വൈകുണ്ഠപതിയായ രാമൻ പറഞ്ഞു, ഇനി അതികായൻ അധികം ജീവിക്കുകയില്ല. ഇന്ന് യുദ്ധത്തിന് ഞാൻ തന്നെയാണ് പുറപ്പെടുന്നത്. ആരും എൻ്റെ കൂടെ വരണമെന്നില്ല. ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ വന്നുകൊള്ളട്ടെ. അവരെ ഞാൻ ഇന്ന് ഉന്മൂലനാശം വരുത്തും. ഈ വിധം എല്ലാവരും കേൾക്കെ ഉദ്ഘോഷിച്ചതിന് ശേഷം ലങ്കാധിപതി തൻ്റെ സർവ്വവിധ പദവികളോടും കൂടി യുദ്ധത്തിന് പുറപ്പെട്ടു. 4 വെള്ളക്കുതിരകളെ പൂട്ടിയ പൊന്മയമായ മണിരഥത്തിൽ ആലവട്ടം, വെൺചാമരം, നീലത്തഴകൾ, മുത്തുക്കുടകൾ ആദിയായ രാജചിഹ്നങ്ങളോടെ 10 ശിരസുകളിലും മണിരത്ന കിരീടങ്ങളും ചൂടി 20 കൈകളിലും ചാപബാണങ്ങളും ഖഡ്ഗം, പരശു, മുസലം മുതലായ ആയുധങ്ങളും ധരിച്ച് മേളവാദ്യ ഘോഷസമേതമാണ് ദശാസ്യൻ ഉത്തരഗോപുരദ്വാരത്തിലേക്ക് രണോത്സവമാടാൻ യാത്ര തിരിച്ചത്. അതോടുകൂടി ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം തങ്ങളുടെ നായകനെ അനുഗമിച്ചു. ആർത്തുവിളിച്ച് കോലാഹലത്തോടെ അടുത്തു വരുന്ന നക്തഞ്ചര പടയെ കണ്ട് മന്ദസ്മേരവദനായ രാമൻ വിഭീഷണനോട് ചോദിച്ചു, ആ വരുന്ന രക്ഷോവര വീരന്മാർ ആരെല്ലാമാണ്? വിഭീഷണൻ പറഞ്ഞു, മുൻവശത്തുള്ള പൊന്മയ രഥത്തിൽ 10 മണിക്കിരീടങ്ങളും ആയുധജാലങ്ങളും ധരിച്ചിരിക്കുന്നവനാണ് ലങ്കാധിപതി രാവണൻ. സിംഹത്തിന്റെ കൊടിയടയാളമുള്ള രഥത്തിൽ വരുന്നവൻ രാവണപുത്രനായ ഇന്ദ്രജിത്താണ്. വെള്ളക്കുതിരപ്പുറത്ത് ത്രിശൂലവും വീശിക്കൊണ്ട് തുള്ളി വരുന്നവൻ രാവണന്റെ മറ്റൊരു പുത്രനായ ത്രിശിരസാണ്. ആ വലിയ രഥത്തിൽ ദീർഘകായനായി കാണപ്പെടുന്ന ആ യോദ്ധാവ് ഇന്നലെ നമ്മോട് യുദ്ധം ചെയ്ത് മടങ്ങിപ്പോയ അതികായനാണ്. പരിഖങ്ങൾ വീശി ഗർജനം മുഴക്കിക്കൊണ്ടുവരുന്ന ആ 2 പേർ കുംഭകർണപുത്രന്മാരായ കുംഭനും നികുംഭനുമാണ്. മറ്റുള്ളവർ സേനാപതികളും മന്ത്രികളും സമരവീര പ്രമാണികളുമാണ്. പടസമൂഹം ഗോപുരദ്വാരത്തിനടുത്ത് എത്തിയപ്പോൾ പങ്ക്തിവദനൻ പുറകോട്ട് നോക്കി കൽപ്പിച്ചു,
നിങ്ങളാരും ഇവിടെ വേണമെന്നില്ല. ഇവിടെയുള്ള ഈ ശത്രുപടയോട് പോരാടാൻ ഞാനൊരാൾ മാത്രം മതി. നിങ്ങളെല്ലാവരും തിരിച്ചുപോയി ശത്രുക്കൾ അകത്ത് കടക്കാതെ മറ്റു ഗോപുരങ്ങൾ കാത്തു സൂക്ഷിക്കുക. രാജകൽപ്പന അനുസരിച്ച് നിശാചര പരിവാരങ്ങൾ അപ്പോൾ തന്നെ തിരിച്ചുപോയി. രാവണൻ തൻ്റെ വിശിഖങ്ങളാൽ വാനരവൃന്ദങ്ങളെ എയ്തെയ്ത് വീഴ്ത്താൻ തുടങ്ങി. മധ്യാഹ്ന ഭാസ്കരമയൂഖങ്ങൾ പോലെ വീരശൗര്യരസം പ്രോജ്വലിക്കുന്ന രാവണ നയനങ്ങൾ ശത്രുക്കളുടെ ചലനങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടിരുന്നു. 18 കൈകളിൽ ചാപബാണങ്ങളും ഒരു കൈയിൽ ചന്ദ്രഹാസവും മറ്റേ കൈയിൽ ഒരു പരിഖവും ധരിച്ച് രഥത്തിൽ രണോത്സുകനായി നിൽക്കുന്ന രജനീചര വീരനെ കണ്ട് ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു, രാവണനുമായി യുദ്ധം ചെയ്യാൻ ജ്യേഷ്ഠൻ എന്നെ അനുവദിക്കണം. രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ആ സാഹസത്തിന് നീ പുറപ്പെടേണ്ട. മഹേന്ദ്രൻ പോലും അവന്റെ മുമ്പിൽ അശക്തനാണ്. പോരെങ്കിൽ മായാപ്രയോഗങ്ങളും അവന് വേണ്ടുവോളമുണ്ട്. കയ്യിലിരിക്കുന്ന വാള് ശൈവദത്തമാണ്. രാക്ഷസനായ അവന് യുദ്ധധർമ്മവും ന്യായവുമില്ല. അതുകൊണ്ട് അവനോട് ആഹവത്തിന് ഒരുങ്ങുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അഗ്രജ വാക്കുകൾ കേട്ട് സൗമിത്രി വന്ദിച്ച് പിറകോട്ടു മാറിയ ഉടനെ പവനപുത്രനായ ഹനുമാൻ രാവണ തേർത്തടത്തിൽ ചാടിക്കയറി കൈയോങ്ങിക്കൊണ്ട് ഉദീരണം ചെയ്തു. ദേവന്മാരെയും താപസന്മാരെയും സതീമണികളെയും സദാ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന നിനക്ക് ആപത്ത് അടുത്തിരിക്കുന്നു. നീ അനവധി കുരങ്ങന്മാരെ കൊന്നു. ഞാനും ഒരു കുരങ്ങനാണ്. നിന്റെ മകൻ അക്ഷകുമാരനെ കൊന്ന കുരങ്ങൻ, നിന്റെ ലങ്കയ്ക്ക് തീ വെച്ച കുരങ്ങൻ, ദക്ഷിണ സമുദ്രം ചാടിക്കടന്ന കുരങ്ങൻ. നിനക്ക് പറ്റുമെങ്കിൽ, നിനക്ക് ചുണയുണ്ടെങ്കിൽ എന്നെ കൊല്ല് എന്ന് പറഞ്ഞ് രാവണന്റെ മൂക്കും വായും പൊത്തി ആഞ്ഞൊരടി കൊടുത്തു. തല 10 കറങ്ങി വിറച്ച് ദശകണ്ഠൻ തേർത്തടത്തിൽ വീണു. അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ കവിപ്രവരൻ ഭർസിച്ചു, രാവണ, നീ അപാര ഭാഗ്യവാനാണ്. എൻ്റെ അടി കൊണ്ടിട്ട് ചാകാതെ രണ്ടാമത് കണ്ണു തുറന്നവൻ നീ ഒരാൾ മാത്രമേ ഉള്ളൂ. രാവണൻ പിടഞ്ഞെഴുന്നേറ്റ് തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് ഹനുമാനെയും ഒന്നിടിച്ചു. ആ പ്രഹരമേറ്റ് ഹനുമാനും മോഹിച്ചു താഴെ വീണു. ആ സമയം നീലൻ രാവണരഥത്തിൽ ചാടിക്കയറി അവൻ്റെ കിരീടങ്ങളിൽ 10ലും വില്ലിലും കൊടിമരത്തിലും ചവിട്ടി തുള്ളി നൃത്തം ചെയ്ത് പുറത്തു കടന്നു. കോപാന്ധനായി ദശവദനൻ ഒരു പാവകാസ്ത്രമെടുത്ത് തളർന്നു കിടക്കുന്ന പവനപുത്രന്റെ നേർക്ക് പ്രയോഗിച്ചു. അതുകണ്ട് ലക്ഷ്മണൻ പാർജന്യാസ്ത്രമെയ്ത് ഹനുമാനെ മോചിപ്പിച്ചു. അതിനുശേഷം രാക്ഷസ രാജാവിന്റെ നേർക്കടുത്തു. രണ്ടുപേരും തമ്മിൽ നടന്ന സങ്കരത്തില് ശരസമൂഹങ്ങളുടെ പെരുമഴയാൽ ആകാശം പോലും ഇരുളടഞ്ഞു. ലക്ഷ്മണൻ രാവണന്റെ വില്ലു മുറിച്ചു കളഞ്ഞു. ഉടനെ രാവണൻ തൻ്റെ കഞ്ചുകത്തിനകത്ത് ഒളിച്ചു വച്ചിരുന്ന മയദത്തമായ വേലെടുത്ത് ലക്ഷ്മണന്റെ നേർക്ക് പ്രയോഗിച്ചു. അസ്ത്രങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയാത്ത ആ വേലായുധമേറ്റ് സൗമിത്രി മോഹിച്ച് താഴെ വീണു. അവനെ എടുത്ത് തൻ്റെ തേരിൽ വെച്ച് തിരിച്ചു പോകാനായി രാവണൻ മുന്നോട്ടാഞ്ഞു വന്നു. തൻ്റെ 20 കൈകൾ കൊണ്ട് ശ്രമിച്ചിട്ടും ആ ശരീരമൊന്ന് അനക്കാൻ രാവണന് സാധിച്ചില്ല. അപ്പോഴേക്കും ഹനുമാൻ ബോധം തെളിഞ്ഞ് അവിടെ ഓടിയെത്തി. ദശാനനനെ ഉഗ്രമായി വീണ്ടും ഒന്ന് പ്രഹരിച്ചു. ആ അടിയേറ്റ് ദശകണ്ഠൻ ചോരയും ഛർദ്ദിച്ച് തേരിൽ വീണു. അനന്തരം ഒരു ചെറു പുഷ്പത്തെ എന്ന വണ്ണം മാരുതി ലക്ഷ്മണനെ എടുത്ത് രാമന്റെ മുമ്പിൽ കൊണ്ടുചെന്നു കിടത്തി. രാമൻ അനുജന്റെ ശരീരം ഒന്ന് തടവിയപ്പോൾ വേൽ തന്നെത്താൻ പറഞ്ഞ് രാവണഹസ്തത്തിൽ ചെന്നു ചേർന്നു. സൗമിത്രി ബോധം തെളിഞ്ഞ് നേത്രങ്ങളും തുറന്നു. ക്ഷമാപതിയായ രാമദേവന്റെ ക്ഷമ അവസാനിച്ചു. അദ്ദേഹം ദശകണ്ഠ രാവണനുമായി യുദ്ധത്തിന് ഒരുമ്പെട്ടു. അപ്പോൾ അഞ്ജനാതനയൻ അഞ്ജലി കൂപ്പിക്കൊണ്ടുണർത്തിച്ചു, പ്രഭോ, നിന്തിരുവടിക്ക് തേരില്ല. അടിയന്റെ കഴുത്തിൽ കയറിയിരുന്ന് യുദ്ധം ചെയ്തു കൊള്ളുക. രാമചന്ദ്രൻ ആ ഭക്തന്റെ അപേക്ഷയനുസരിച്ച് അവന്റെ കണ്ഠത്തിൽ ആരൂഢനായി ആഹവം ആരംഭിച്ചു. കോദണ്ഡത്തിലെ മണിനാദം ഇടതടവില്ലാതെ മുഴങ്ങി. രാമൻ എയ്ത അസ്ത്രശസ്ത്രങ്ങൾക്കെല്ലാം ഒപ്പമായി രക്ഷോവരനും അസ്ത്രങ്ങൾ പൊഴിച്ചു. ആരും ഒരു തലമുടി നാരിഴ വണ്ണത്തിൽ പിന്മാറിയില്ല. രണ്ടുപേരും ദിവ്യാസ്ത്രങ്ങളും പ്രത്യസ്ത്രങ്ങളും തുല്യനിലയിൽ പ്രയോഗിച്ചു. പാവകാസ്ത്രത്തിന് പർജന്യാസ്ത്രം, നാഗാസ്ത്രത്തിന് ഗരുഡാസ്ത്രം, വായവ്യാസ്ത്രത്തിന് ഐന്ദ്രാസ്ത്രം,
ശൈവാസ്ത്രത്തിന് വൈഷ്ണവാസ്ത്രം, നൈര്യതാസ്ത്രത്തിന് ഗന്ധർവാസ്ത്രം, അന്തകാസ്ത്രത്തിന് അനിലാസ്ത്രം. ഇങ്ങനെ പല വിശിഖങ്ങളും അവർ അന്യോന്യം വിന്യസിച്ചു. വാനര രക്ഷോവരന്മാരും വാനലോകവാസികളും അതുകണ്ട് ഭയചകിതരായി. വാരിധി ഇളകിമറിഞ്ഞു. രാവണനിൽ നിന്നും അസുരങ്ങളായ അധർമാസ്ത്രങ്ങളും മായാസ്ത്രങ്ങളും പുറപ്പെടുന്നത് കണ്ട് ധർമ്മൈക മൂർത്തിയായ രാമഭദ്രൻ അത്യന്തം ശക്തമായ ഒരു ബാണം രക്ഷോവര നായകന്റെ വക്ഷസിനെ ലക്ഷ്യമാക്കി പ്രക്ഷേപിച്ചു. ആ വിശിഖമേറ്റ് ദശാസ്യൻ തളർന്ന് താന്തനായി രഥത്തിൽ വീണു. അവന്റെ ആയുധ ജാലങ്ങൾ കൈകളിൽ നിന്നും തെറിച്ചുപോയി. സൂതനും തുരകങ്ങളും വധിക്കപ്പെട്ടു. രഥം തകർന്നു. അപ്പോൾ ആശരനാഥന്റെ ആലസ്യഭാവം കണ്ട് ദാശരഥി വിളിച്ചു പറഞ്ഞു, ഹേ പൗലസ്ത്യ തനയ, അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് കൊട്ടാരത്തിൽ പോയി വിശ്രമിക്കൂ. ആയുധങ്ങളും അശ്വങ്ങളും രഥവുമെല്ലാം നശിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നിരായുധനും ക്ഷീണിതനുമായ അങ്ങയോട് ഇന്നിനി യുദ്ധം ചെയ്യുന്നത് ധർമ്മമല്ല. പോയി ശക്തിയാർജിച്ച് നല്ല ആയുധങ്ങളും നല്ല കുതിരകളും നല്ല രഥവുമായി നാളെ യുദ്ധത്തിന് വന്നാൽ മതി. ഭയപ്പെടാതെ പോയിക്കൊള്ളൂ. ഒന്നും മിണ്ടാതെ തൽക്ഷണം തന്നെ രഥത്തിൽ നിന്നിറങ്ങി ലജ്ജയാൽ തലകൾ 10 താഴ്ത്തിക്കൊണ്ട് ദശാനനൻ വേഗം നടന്ന് രാജസഭാങ്കണത്തിലെത്തി. ആയുധങ്ങളും വെടിഞ്ഞ് ക്ഷീണിച്ച് നഗ്നപാതനായി ശരീരം മുഴുവനും ക്ഷതങ്ങളുമേറ്റ് വ്യാകുലഭാവത്തിൽ ആഗതനായ ദശവദനനെ കണ്ട് മന്ത്രിമാരും മക്കളും മറ്റു പരിസേവകരും അമ്പരന്നു. ആരും വേണ്ട, ഞാൻ മാത്രം മതിയെന്ന് പറഞ്ഞ് അച്ഛൻ ഞങ്ങളെ തിരിച്ചയച്ചതുകൊണ്ടല്ലേ ഈ പരാജയം സംഭവിച്ചത്? ഇന്ദ്രജിത്ത് വിഷമത്തോടെ ചോദിച്ചു. രാവണൻ പറഞ്ഞു, ഒന്നുമല്ല, ശത്രുക്കളുടെ സാമർഥ്യം എത്രമാത്രം ഉണ്ടെന്നറിയുവാനായി ഞാൻ അല്പം മൗനം ദീക്ഷിച്ചു. അവരുടെ ഊറ്റത്തിന്റെ കേറ്റവും ഞാൻ കണ്ടു കഴിഞ്ഞു. സാരമില്ല, ഇതിന് നാളെ ഞാൻ പകരം വീട്ടും. രാവണ തിരോധാനത്തിന് ശേഷം വാനരന്മാർ രാമ മഹാത്മ്യത്തെക്കുറിച്ച് വാഴ്ത്തിയപ്പോൾ മത്സ്യാവതാരം മുതൽ രാമാവതാരം വരെയുള്ള വിഷ്ണുവിന്റെ അവതാര കഥകൾ ജാമ്പവാൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ബാക്കി നമുക്ക് നാളെ പറയാം.